Hello guys, welcome to the YouTube channel. Another episode Granny Chapter 2. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നൈനിക വ്ളോഗ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ ഡോർ എക്സേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈസിയാണ് കളിക്കുന്നത്. ബോത്ത് ഗ്രാനി ഉണ്ട് ഗ്രാൻഡ് പേ ഉണ്ട് കേട്ടോ. ഞാൻ ഈസിയിലൊന്നും കളിക്കാറ്. എന്നാൽ നമുക്ക് നേരെ പോവാം. നമ്മൾ എന്തായാലും ഡോർ എക്സിപ്പ് ചെയ്യുമെന്ന് എനിക്കെന്തൊരു ഉറപ്പ്. നേരത്തെ ഞാൻ ഹെലികോപ്റ്റർ എക്സിപ്പ് എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് എളുപ്പമുള്ളത് ഒരെണ്ണുണ്ടാവും സാധ്യത. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡോർ എക്സിപ്പ് നടത്താണ്. അന്ന് നമ്മൾ എഴുന്നേക്കണു. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെന്നിട്ട് ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പതുങ്ങിയിരിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. സ്റ്റെക്ക് ആവുന്നുണ്ട് കേട്ടോ. അതാണ് എളുപ്പമില്ലാത്ത സീൻ. ഈ സ്റ്റെക്ക് ആവണതാണ് എനിക്ക് ഏറ്റവും പ്രയാസം. ഇപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണുന്നവരെ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റും ഒക്കെ ഇട്ടേക്കണം. സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഇപ്പം വരും ഗ്രാനിയും ഗ്രാൻഡ്പ, അപ്പൂപ്പൻ അമ്മൂമ്മ. എവിടെയാവ? ഗ്രാനി ഫസ്റ്റ്, അപ്പൂപ്പനോ സെക്കൻഡാണ്. സെക്കൻഡ് വേഗം വാ അപ്പൂപ്പ, അല്ലെങ്കിൽ ഗ്രാനി എന്നെ കാണും. തിന്നെ അയ്യോ പെട്ടു യേശു, അപ്പൂപ്പൻ വരുന്നില്ല. പെട്ടു അയ്യോ. ഈ അപ്പൂപ്പന് ഇപ്പൊ വരാൻ പറ്റില്ലേ? അപ്പൂപ്പൻ വരുമോ സമയത്ത്? അപ്പൂപ്പൻ വേമ്പോ ഇവിടെ പതുങ്ങിയിരിക്കട്ടെ നമുക്ക്. അമ്മൂമ്മ മാത്രം പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പൂപ്പൻ ഞാൻ പോകത്തല്ല. ഗ്രാനീനെ മാത്രം. ഗ്രാൻഡ് പേ എവിടെ പോ? അപ്പൂപ്പൻ വേണ്ട. അപ്പൂപ്പൻ വേണ്ട. ബെസ്റ്റ് ഹാപ്പി ജേണി. ഇപ്പോഴാണ് ഈ അമ്മൂമ്മക്ക് കണ്ട നേരം കിട്ടിയത്. വിളിച്ചിരിക്കാം. ഈ അപ്പൂപ്പനെ ഈ നേരത്തൊക്കെയാണല്ലോ വരാൻ പറ്റുള്ളൂ. അയ്യോ ഞാൻ പേടിച്ചു. പെള്ളൊക്കി നിങ്ങളുടെ റെസിപ്പിന് എന്തായാലും പെള്ളൊക്കി വേണം. അതാരും തുറന്ന്? ഞാനല്ല തുറന്നേ. എന്നാൽ ശരി, നമുക്ക് അവിടെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാം. ഡോർ ഹാൻഡിൽ ബാഗ് എടുത്തിട്ട് പോരാ. അപ്പൂപ്പൻ അറിയാണ്ട് തുറന്നു വെച്ചതായിരിക്കും. അയ്യോ സ്റ്റെക്കാവുന്ന കാര്യം എനിക്ക് ദേഷ്യം വരുന്നു. ആരില്ല അമ്മൂമ്മ, ഇവിടെ ആരില്ല. പോവോ? ഈ സ്റ്റെക്കാവണത് എനിക്കിഷ്ടമല്ല. സ്റ്റെക്കാവണത്. അപ്പൂപ്പ ഡാൻസ് കളിക്കാന്. ഡാൻസ് കളിക്കാൻ കാണാമായിരുന്നു. ഭാഗ്യം അത് തുറന്നത്. ഡോർ ഹാൻഡിലും കിട്ടി. നല്ല ഭാഗ്യം. അങ്ങോട്ട് പോവാ അമ്മൂമ്മേ. ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് സംഭവങ്ങൾ ഉണ്ടാവും. ക്രോബാർ. ഡോർ ഹാൻഡിൽ ക്രോബാർ വേണ്ടി വരില്ലേ? ഭാഗ്യവതി തന്നെ. അയ്യോ അമ്മൂമ്മ എന്തായാലും ഇപ്പോൾ വരില്ലേ? വേഗം വിളിച്ചിരിക്കും ഇവിടെ. അയ്യോ പറഞ്ഞു എടുത്തോളൂ. വിളിക്കുന്നുണ്ട്. അത് അടയ്ക്കാണത്തിൻ്റെ മുൻപ് അത് നമ്മളെ കൈ കൊണ്ടാക്കിയാൽ അടഞ്ഞു പോവും. എനിക്ക് വേഗം അപ്പൂപ്പനെ ഇനി കൊന്നിട്ട് അത് എടുത്തിട്ട് അങ്ങനെ ആക്കണ്ടല്ലോ. അത് ഞാൻ ഉദ്ദേശിച്ചു. അമ്മൂമ്മ പ്ലീസ് ആ വാതിലൊന്ന് അടയ്ക്കാണ്ടിരുന്നാൽ മതി. നേരെ പോയിക്കും അമ്മൂമ്മ. നല്ല കുട്ടി നേരെ. അവിടെ നിന്ന് ദേഷ്യം കണ്ട. സ്റ്റെക്കാണ് കണ്ട. ഫോൺ ഹാങ് ആവുന്നുണ്ട് തോന്നും.
നമുക്കിതൊക്കെ ചെന്നിട്ട് ഫിറ്റ് ചെയ്യണമല്ലോ. നമുക്ക് സ്റ്റങ്കൺ കിട്ടുകയാണെങ്കിൽ നല്ലതാ. അമ്മൂമ്മ താഴത്തി പോയിക്കുക, റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അമ്മൂമ്മ മായാവി. യോ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മായാവിയിട്ട് കണ്ടാലേ നമ്മളെ കഥ കഴിയും. തട്ടിമറിച്ചിടാണ്ട് നേരെ പോവാം. അവിടെ സ്റ്റെക്ക് ആവണത്. ഇവിടെ വല്ലതും ഉണ്ടോ? ഡോർ ഹാൻഡിൽ ഇവിടെ. ഓ ഞാൻ പറഞ്ഞതല്ല, സ്റ്റങ്കൺ എന്തായാലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. നല്ല ഭാഗ്യം. അയ്യോ പതുങ്ങിയിരിക്കുക. ഓ ഭാഗ്യം, ഈ നേരത്തല്ല ഈ കളവന് വരാൻ പറ്റും. അയ്യോ കൊണ്ടില്ല, അങ്ങനെ കൊള്ളാത്തത്. കാൽമ പിടിച്ചു നോക്കാം. കാല് തെറ്റിയതാ. അപ്പൂപ്പ കീ തന്നോ? ചിലപ്പോൾ പറയാൻ പറ്റില്ലേ, ആവശ്യം വരും. ഓ കൺവെളിയിൽ തന്നെ കീ കിട്ടി. ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. എന്നാ പിടിച്ചോ. അമ്മമ്മയ്ക്കും ആശ്വാസമായെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ഇത് പാലടിച്ചിട്ട് വീണ്ടും ഒന്ന് ആക്കാനോ വിചാരിച്ചു. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. വേഗം പോയി മുകളിൽ എന്തെങ്കിലും. അയ്യോ ഞാൻ പന്നെ എഴുതുന്നുള്ള വീഡിയോ. ഹാൻഡ് വീൽ ഡോറക്സ്. അയ്യോ ഞാൻ ചമ്മൂമ്മ എഴുന്നേറ്റുണ്ടോ, പേടിച്ച് പോയി പെടണുണ്ടപ്പോൾ. എൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്നു ഗൈസ്. ഡോറക്സ് പിന്നെ ഇത്ര പെട്ടെന്നോ? ഞാനൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഡോർ എക്സേപ്പിന് ഉണ്ടായ സംഭവം 6 മിനിറ്റിൽ നമ്മൾ ഇത് ചെയ്തു. അത് എന്ത് അസാധ്യമാണല്ലേ ഗൈസ്. വേഗം തന്നെ നമുക്ക് ഈ ഗേറ്റ് ഇവിടെ വെക്കണം. അയ്യോ ഗൈസ്, നമുക്ക് ചെയിൻ കട്ടർ വേണ്ടിയില്ലേ? ബെസ്റ്റ്, ഞാൻ അത് ഓർത്തില്ലേ. ക്രോബാർ ആവശ്യമാണ്. ക്രോബാർ കൊണ്ട് നമുക്ക് ക്രോബാർ ഇവിടുത്തെ ആവശ്യമാണ്. പക്ഷെ ചെയിൻ കട്ടർ മാത്രം കിട്ടിയിട്ടില്ല. ചെയിൻ കട്ടർ വേറീസ് ഗൈസ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ യൂസ്ഫുൾ ആവണി ഞാൻ വിചാരിക്കണത്. ഇത്ര പെട്ടെന്ന് ജയിക്കാൻ പറ്റിയ സംഭവം ഉണ്ടായെന്ന്. അയ്യോ അല്ല, ഞാൻ ഈ ക്രോബാർ എടുത്തിട്ട് എവിടേക്ക് പോണ്? ഇവിടെ അല്ലേ, എനിക്ക് ഓർമ്മയില്ല ഒന്ന്. ഓ ചെയിൻ കട്ടർ കിട്ടി ഗൈസ്. ചെയിൻ കട്ടർ കിട്ടി നമുക്ക്. ഓ ഗൈസ്, ചെയിൻ കട്ടർ തോക്ക് പിടിക്കാൻ ഗൈസ്. അല്ലെങ്കിൽ അമ്മൂമ്മ ചിലപ്പോൾ സൗണ്ട് കേട്ടിട്ട് എന്തായാലും വരും കേട്ടോ. അപ്പോൾ സൗണ്ട് എന്തായാലും കേൾക്കും. അതുകൊണ്ട് നമുക്കിവിടെ പതുങ്ങിയിരിക്കാം. സൗണ്ട് ഉണ്ടാക്കാം, മണപ്പുറം തന്നെ സൗണ്ട് ഉണ്ടാക്കാം. അമ്മൂമ്മ വേഗം വരും. എന്നിട്ട് അമ്മൂമ്മനെ പൂശിയിട്ട് ഞാൻ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ചെയിൻ കട്ടറിന് കട്ടിയിട്ട് ഒരൊറ്റ പോക്ക് പോകണം. നമുക്ക് ഇത്ര സമയം 8 മിനിറ്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്യും? 10 മിനിറ്റ് എടുക്കുമെന്ന് സംശയം. ഓ ഈ അമ്മൂമ്മ ഗൈസ് ഞാൻ അപ്പൂപ്പനെ പൂശിച്ചിട്ട് പക്ഷെ അമ്മൂമ്മനെ പൂശാൻ മറന്നു. അയ്യോ എൻ്റെ സ്റ്റങ്കണിൻ്റെ സംഭവം ഗൈസ്. ഞാൻ ഇവിടേക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഗ്ലിച്ചായും തോന്നുന്നുണ്ട്. ഗ്ലിച്ച് ആയാൽ എൻ്റെ കഥ കഴിയും. അത്ര ഉള്ളൂ. മുതത്ത് അവിടെ ഉണ്ട്. അമ്മമ്മ വെയിറ്റ് ഫോർ ഹിയർ, ഐ ആം ഹിയർ. ഇവിടെ ഞാൻ ഇവിടെയാണ് അമ്മൂമ്മ. എന്നിട്ട് വരും അമ്മൂമ്മ. ഇന്നെ പിടിച്ചോ. അയ്യോ ഈ അപ്പൂപ്പൻ ഇനി മായാവേ പോയിണ്ട്. ഇനി എഴുന്നേക്കില്ല ഈ അപ്പൂപ്പൻ. ചേടാ സാലേ തൽക്കാലം വേഗം പണിയോൾ ചെയ്തിരിക്കാം നമുക്ക്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഹാൻഡിൽ ചെയ്യണം ഗൈസ്. കഴിഞ്ഞു 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തന്നെ 10 മിനിറ്റ് ആവാറായി ഗൈസ്. പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ട്. സാല നമുക്ക് സമയമൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ 10 മിനിറ്റ് ഒന്നും പറയാനില്ല. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം നമുക്ക്. ഓ ഗൈസ്, എവിടെ ഈ അപ്പൂപ്പൻ അമ്മൂമ്മ എഴുന്നേറ്റുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിവിടെ കൊന്നിട്ട് പോകണം.
ഓ അതെവിടെയാണ് സൗണ്ട് ഉണ്ടാക്കിയാൽ അപ്പൂപ്പനാ വന്നേ. അപ്പൂപ്പ ഞാനിവിടെ. ICU ഇങ്ങോട്ട് വരണം മിസ്റ്റർ ICU. എന്നാ പിടിച്ച ICU പോയി കിടക്കുക. അല്ല പിന്നെ ICU തലമണ്ട. അമ്മൂമ്മ എവിടെ? നിന്റെ കാമുകി. നമ്മൾ എത്ര പെട്ടെന്ന് എക്സെപ്റ്റ് ആവണമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു, 11 മിനിറ്റ് ആവാൻ പോകുന്നു. സാരമില്ല, നമുക്ക് ഇപ്പോൾ പറഞ്ഞ വഴിക്ക് അമ്മൂമ്മ വരൂ മിസ്റ്റർ കള്ളപ്പിടി അമ്മൂമ്മ. നമ്മളിപ്പോൾ എക്സേപ്പ് ആവാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മൾ എക്സേപ്പ് ആവണത്. ഞാൻ ആദ്യം പറഞ്ഞല്ലേ പൂശിയിട്ട് അമ്മൂമ്മനെ പോകണില്ല. അമ്മൂമ്മ ബൈ ബൈ സീ യു. അയ്യോ അപ്പൂപ്പൻ മായാവിയായി പോയി. പാഡ്ലോക്ക് വെച്ചിട്ടില്ലല്ലോ, ഞാൻ മറന്നു. അയ്യോ ഗൈസ് ഞാൻ മറന്നു ഒരു കാര്യം. സെമുഞ്ചി ഈ വീഡിയോ നമുക്ക് പൂശിയിട്ട് വേണം പോവാൻ. കാരണം ഞാൻ ചെയിൻ കട്ടർ കൊണ്ട് കട്ടാൻ മറന്നു. എന്നോട് ക്ഷമിക്കണം. ചെയിൻ കട്ടർ ഇവിടെയല്ലേ നമ്മൾ കണ്ട. ഞാൻ മറന്നു. ഭാഗ്യം ചെയിൻ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഗ്രാനി ചാപ്റ്റർ ഇവിടെ ഇതില 1 കളിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയിൻ കട്ടർ കൊണ്ട് കട്ടാൻ. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ചെയിൻ കട്ടർ കൊണ്ട് കട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 അടിയിൽ ചെന്നിട്ട് എന്താ പറയുക, അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡോറിൻ്റെ അവിടെ കട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കട്ട് ചെയ്യാൻ പറ്റിയത്. എഴുന്നേറ്റുണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷെ അപ്പൂപ്പൻ എന്തായാലും എഴുന്നേറ്റാൻ ചാൻസ് ഉണ്ട്. അമ്മൂമ്മ മായ വെയിൽ മാത്രം പോയിട്ടുള്ളൂ. അപ്പൂപ്പൻ കുറച്ച് മുമ്പ് മായ വെയ്താ. ഞാൻ ഇവിടെ ഇട്ടതിന് സൗണ്ട് കേൾക്കില്ലല്ലോ. സാരില്ല, എന്നാലും നമുക്ക് ഇവിടെ ഇടാം. അപ്പൂപ്പൻ എന്തായാലും, പക്ഷെ അപ്പൂപ്പന് ചെവി കേൾക്കില്ലല്ലോ. അപ്പം എങ്ങനെ വരാ അപ്പൂപ്പ ഇങ്ങോട്ട് വേഗം വരൂ. പക്ഷെ എനിക്ക് സത്യമായിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ സ്ഥലങ്ങൾ നോക്കി, അടുക്കളയിലൊക്കെ ഞാൻ നോക്കാനൊക്കെ വിചാരിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കളിക്കണ. ഞാൻ അധികം കളിച്ചിട്ട് ശീലമൊന്നുമില്ല. അപ്പൂപ്പൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരിപ്പം പിയാനോ വാങ്ങിച്ചേ? അമ്മൂമ്മയല്ലേ? അപ്പം ആരും പിയാനോ വാങ്ങിക്കേണ്ട സൗണ്ട് ഞാൻ കേട്ടു. ഗൈസ് ഞാൻ കേട്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ഞാൻ അതിൻ്റെ ടൂണാണെന്ന്. ഈ ഒരു ടൂൺ ഉണ്ടാവില്ലേ, പിന്നെ അത് ടൂണല്ല. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മളിപ്പോൾ അപ്പൂപ്പനൊക്കെ കൊന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഡോർ ഹാൻഡിൽ വെച്ചു. പാഡ്ലോക്ക് കീ കൊണ്ട് ഞാൻ ലോക്കൊക്കെ മാറ്റി. ഫൈനലി ഗൈസ് ഞാനിപ്പോൾ എക്സേപ്പ് ആവാൻ പോവാണ് ഗ്രാനി ചാപ്റ്റർ 2. ഇനി എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ്, ലൈക്കും, ഷെയറും, കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് പോവാം. ഞാനിപ്പോൾ ഓടി പോവാ. അമ്മൂമ്മയും അപ്പൂപ്പ അവിടെ അപ്പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ദ എൻഡ് എന്നാ ഗൈസ്. എല്ലാവരും യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും സബ് ചെയ്യാണ്ടും കാണണം. സബ്സ്ക്രൈബും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഞാൻ സബ് ചെയ്യാണ് കാണണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം. സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി ഞാൻ പിന്നീട് ഇട്ടോ തുടങ്ങും. എന്നാൽ ശരി, ബൈ.